ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു മിക്സർ റെസിപ്പിയാണ്. അതായത് ചിക്കൻ ബീക്കോൾ വിത്ത് മിക്സർ റെസിപ്പി. നമുക്ക് ഏതായാലും അതൊന്ന് ട്രൈ നോക്കാം. നമുക്ക് ഇന്നത്തെ നമ്മുടെ ഡിഷ് ഇതാണ്, ചിക്കൻ ബീക്കോൾ വിത്ത് മിക്സഡ് റെസിപ്പി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വേണ്ട എന്തൊക്കെയാണ്, ഇതിൻ്റെ അകത്തേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നമ്മൾ എടുത്തിരിക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ തരാം. നമ്മൾ ഇത്ര ഐറ്റംസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ അകത്തേക്ക്. ഈ ചിക്കൻ ബീക്കോ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഐറ്റംസാണ് ഇതൊക്കെ. അതായത് ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കിലോ ചിക്കന് വേണ്ടിയുള്ള സാധനങ്ങളാണ് ഞാൻ ഈ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ബീൻസ് ഒരു 250 ഗ്രാം ബീൻസ് എടുത്തിട്ടുണ്ട്. 1 കിലോ ചിക്കൻ ആയതുകൊണ്ടാണ് ഞാൻ ഈ എടുത്തിരിക്കുന്നത്. 250 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 വെളുത്തുള്ളി ചുള 6 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 6-7 പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി, പിന്നെ ഒരു ക്യാപ്സിക്കം ഞാൻ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 സവോള അത് ഈ സൈസിൽ അരിയണം, അതാണ് ഇതിൻ്റെ മെയിൻ. പിന്നെ നമ്മുടെ സ്പൈസസ് കൊത്തമല്ലി, ജീരകം, 2 പീസ് ഗ്രാമ്പു, പിന്നെ ഒരു 5 കഷ്ണം ഏലക്ക, പിന്നെ കുറച്ച് കുരുമുളക്. പച്ചക്കുരുമുളകാണെങ്കിൽ ഇച്ചിരി കൂടെ ടേസ്റ്റ് ഉണ്ടാവും. കുരുമുളക് കിട്ടാത്തതുകൊണ്ട് ഓക്കെ. ഇപ്പം നമുക്ക് ഇത് 2 പച്ചമുളക് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ആ തേങ്ങ നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് കുക്കിങ്ങിലേക്ക് കിടക്കാം. പിന്നെ നമ്മൾ ആ വെച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം കൂടെ നന്നായിട്ട് ചതച്ചെടുക്കണം. ഞാനിപ്പോൾ അത് ചതച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചതച്ചതിന് ശേഷം വേണം കറിക്കകത്തേക്ക് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ വേണ്ടി. കാരണം എന്നാലേ അത് അതിൻ്റെ ആ മസാല എല്ലാം നല്ല ക്ലിയർ ആയിട്ട് പിടിക്കുകയുള്ളൂ. ചിക്കൻ്റെ ആ ടേസ്റ്റ് വരാൻ വേണ്ടി നമ്മളൊന്ന് ചതച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് പറഞ്ഞ് ഓക്കെ, ഇത് ഞാൻ ചതച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മൾ കുക്കിങ്ങിലേക്ക് കിടക്കുവാണ്. അപ്പോൾ ഒരു ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അതിൻ്റെ അകത്ത് കുറച്ച് ഇച്ചിരി ചൂടായി കഴിഞ്ഞപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ആദ്യം സവോള ഇങ്ങോട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഒരു ഏകദേശം ഒന്ന് ചൂടായി ഒരു വാട്ടമായി കഴിയുമ്പോൾ ഇച്ചിരി സവോള ഒന്ന് വാടി കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാത്ത ചെറിയൊരു കളർ മാറ്റം വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇടേണ്ടത്. ഇതൊന്ന് ഒരു ലേശം ചെറുതായിട്ടൊന്ന് തട്ടി ഉടച്ച് കൊടുക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ പെട്ടെന്ന് വാടിക്കിട്ടും. അപ്പോൾ അതൊന്ന് വാടിയതിന് ശേഷം നമുക്ക് ബാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഇടാം. അപ്പോൾ നമ്മൾ സവോള ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അതിൻ്റെ അകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൻ്റെ അകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചച്ചവ് മാറുന്നോടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇച്ചിരി നേരം ഒന്ന് വാടി നല്ലപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ ആ പച്ചച്ചവ മാറിക്കിട്ടുള്ളൂ. അപ്പം നമുക്ക് അത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആ പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് ഇട്ട് കൊടുക്കാം.
ഇനി അതിൻ്റെ ആ പച്ചച്ചുവയെല്ലാം മാറി നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഒന്ന് ഇച്ചിരി നന്നായിട്ടൊന്ന് വാടിയതിന് ശേഷമേ നമുക്ക് ആ ചിക്കൻ ചേർക്കാൻ. ഏകദേശം ഒന്ന് ഇതിനകത്തേക്ക് വാടി വന്നിട്ടുണ്ട്. ചെറിയൊരു കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ സവോള ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ ചിക്കൻ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഒന്ന്, അല്ലെങ്കിൽ ഇത് അടിയിലേക്ക് കരിഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം പിന്നെ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു കണക്കനുസരിച്ച് എന്തോരം ഉപ്പ് വേണോ അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വേണം ഇത് മൂടി വെക്കാൻ വേണ്ടി. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പിടാം. അപ്പം ഞാൻ ഒരു മീഡിയം രീതിയിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് കുറച്ച് നേരത്തേക്ക് ഇതൊന്ന് മൂടി വെക്കണം. അപ്പോൾ നമുക്കിത് ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ലേശം മഞ്ഞൾപ്പൊടി അതിൻ്റെ അകത്തേക്ക് തൊട്ടിക്ക് ഒന്ന് കൊടുക്കാം. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെക്കേണ്ടതാണ്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് നേരം മൂടി വെക്കാം. നമ്മൾ അതിൻ്റെ അകത്തേക്ക് ആ സ്പൈസസും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യണം. ഇപ്പം നമുക്ക് ഇതൊന്ന് ചൂടായി കഴിയുമ്പം ആ സ്പൈസസ് നമ്മൾ ചതച്ച് വെച്ച സ്പൈസസ് എല്ലാം കൂടെ ഒന്ന് ഇതിൻ്റെ അകത്തേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക്, ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്നും കൂടെ ഒന്ന് മൂടി വെച്ചിട്ട് അതിനുശേഷം അന്നേരത്തേക്കകത്ത് ആ സ്പൈസസിൻ്റെ മസാലയൊക്കെ അതിൻ്റെ അകത്തൊന്ന് ചൂടായി അതിൻ്റെ അകത്തേക്ക് ഒന്ന് ചേരും. എന്നിട്ട് നമുക്ക് അതിന് ശേഷം വേണം നമുക്ക് ആ രണ്ടാമത്തെ, അതായത് ആദ്യം പിഴിഞ്ഞ പാലിന് രണ്ടാമത്തെ പാല് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പാലിൽ വേണം, തേങ്ങാപ്പാലിലാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇച്ചിരി നേരത്തേക്ക് മൂടി വെക്കാം. ഇനി നമുക്ക് നമ്മൾ തേങ്ങാപ്പാൽ രണ്ടാമത്തെ പാലാണ്, അത് അതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് വെക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് അതൊരു 10-15 മിനിറ്റ് നേരം അതൊന്ന് മൂടി വെക്കുക. അന്നേരത്തേക്കും ചിക്കൻ എല്ലാം അതിൻ്റെ അകത്ത് നല്ല മിക്സായിട്ട് അത് വെന്ത് നല്ല ക്ലിയർ ആവും. അപ്പോൾ നമ്മൾ ഒരു 15 മിനിറ്റിന് ശേഷം ഇത് നമ്മൾ നോക്കുക. അപ്പം ഏകദേശം ചിക്കൻ ഒന്ന് വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ചിക്കൻ അത്രയ്ക്ക് അങ്ങോട്ട് വെന്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം കൂടെ അതങ്ങോട്ട് വെക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം ഒരു വേവായിട്ടുണ്ട്. ചിക്കൻ വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് വേണം കേട്ടോ ചേർക്കാൻ. എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉപ്പ് ചേർത്ത്
എന്നിട്ടൊന്ന് മൂടി വെക്കുക. അതിന് ശേഷം നമുക്ക് അവിടെ നിന്നിട്ട് അതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. രണ്ട് പച്ചമുളക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പച്ചമുളക് അങ്ങ് ഇട്ട് കൊടുത്ത് അതിന് ശേഷം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം കൂടെ നമുക്ക് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം വേവായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വെച്ചിരുന്ന അരിഞ്ഞു വെച്ചിരുന്ന ബീൻസ് ചേർത്ത് കൊടുക്കാം. ബീൻസ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് വീണ്ടും അതൊന്ന് മൂടി വെക്കണം. ഒരു 2, 3, 5 മിനിറ്റ് നേരം. ബീൻസിൻ്റെ ഒരു ചെറിയൊരു ചുവ ഉണ്ടാവില്ലെങ്കിൽ പച്ചപ്പ്, അപ്പോൾ അതിൻ്റെ ആ പച്ചപ്പ് ചുവയൊന്ന് നന്നായിട്ട് മാറാൻ വേണ്ടി അന്നേരത്തേക്ക് നമ്മുടെ ചിക്കനും ഏകദേശം നല്ല കറക്റ്റായിട്ടൊരു വേവാകും. അപ്പോൾ നമുക്ക് എന്നിട്ട് അതിന് ശേഷം നമുക്ക് നമ്മൾ വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കനും വെന്തിട്ടുണ്ട്. നമ്മുടെ ബീൻസിൻ്റെ പച്ചപ്പൊക്കെ മാറിയിട്ടുണ്ട്. ഏകദേശം നല്ല ഒരു ഇതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ വെന്തു. ഇനിയിപ്പം നമ്മൾ എന്നാ വെച്ച് കഴിഞ്ഞാൽ ആ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ആ തേങ്ങാപ്പാൽ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് അധികം തിളപ്പിക്കില്ല. ഒത്തിരി തിളച്ച് മറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ടേസ്റ്റ് കൂടും. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കുക. ഇവിടെ 2 or 3 മിനിറ്റ് നേരത്തേക്ക് മാത്രം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചാൽ മതി. അന്നേരത്തേക്ക് അതൊരു ചെറിയൊരു ഇതായിക്കോളും. നല്ലൊരു മാതിരി ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് തിളയ്ക്കുന്നോളം വരെ ഒന്ന് മൂടി വെക്കാം നമുക്ക്. അപ്പോൾ ഏകദേശം നമ്മളിപ്പം നമ്മുടെ കറി ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കി ഏകദേശം അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയതിന് ശേഷം വേണം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ക്യാപ്സിക്കം. ഇനി ഇപ്പോൾ സോൾട്ട് വല്ലതും വേണമെങ്കിൽ അതൊക്കെ ചേർക്കുക. ഞാൻ ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയതാണ്. ഇപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ അതിന് കുഴപ്പമില്ല, ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ നമ്മൾ ഇനി അതിന് ശേഷം ഇതൊന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ ടേസ്റ്റൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ എന്നാ ചോദിച്ചാൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇതെടുത്തിട്ട് അതിൻ്റെ മേളിൽ കൂടെ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ആവശ്യത്തിനുള്ള ആ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഗാർണിഷിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇത്
ഇട്ട് കൊടുത്തതിന് ശേഷം വേണം ഇത് നമുക്ക് മൂടി വെക്കണം. ഒന്ന് ചെറുതായിട്ട് ഇളക്കി ഒരു 2-3 മിനിറ്റ് നേരം ഇതൊന്ന് നമുക്ക് മൂടി വെച്ച് കഴിഞ്ഞാൽ ആ ക്യാപ്സിക്കം ഒന്ന് വാടി അതിൻ്റെ ആ ഇത് ടേസ്റ്റ് അങ്ങോട്ട് മാറി കിട്ടും. നമുക്കിത് 2 മിനിറ്റ് നേരത്തേക്ക് മൂടി വെക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ കറി ഏകദേശം ഒരു 98% റെഡി ആയിട്ടുണ്ട്. കറി അടിപൊളിയായിട്ടുണ്ട്. ഇപ്പം അങ്ങനെ നമ്മുടെ ചിക്കൻ ബീക്കോൾ എക്സ്പ്രസ് മിക്സർ സ്റ്റൈലാണ് ഇത്. ഓക്കെ ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ബീക്കോൾ എക്സ്പ്രസ് റെഡി ആയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ ഇനി കാണുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും കാണണം, ഒരു ലൈക്ക് ഒക്കെ അടിക്കണം. ഇനി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഗുഡ് ബൈ. ബൈ ബൈ. എല്ലാവർക്കും നന്ദിയുണ്ട് കാണുന്നതിലും കാര്യങ്ങളിലൊക്കെ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ബൈ.